ജനനായകൻ വിജയ് CM ആവുന്നതിന് മുന്നേ റിലീസാവേണ്ട ഒരു മൂവിയായിരുന്നു. റിലീസിന് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ സ്റ്റേ ചെയ്യാനുണ്ടായ കാരണം ഈ മൂവി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ മൂവി ആ സമയത്ത് റിലീസാവാത്തതെന്നുള്ളത്. വിജയൻ്റെ അവസാനത്തെ പടമായതുകൊണ്ടാവും. ഇതിൽ അനിരുദ്ധ്, നെൽസൺ, അറ്റ്ലി, ലോകേഷ് കനകരാജ് ഇവർ 4 പേരും ക്യാമിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ വിജയ്ക്കുള്ളൊരു ട്രിബ്യൂട്ടാവും. പക്ഷെ ജനങ്ങൾക്കിത് വളരെ വർക്കാവാത്തൊരു മൂവിയായിരുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് കഥാപാത്രങ്ങൾ ബോബി ഡിയോൾ, മമിത ബൈജു, നരേൻ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവൻ മേനോൻ, നാസർ, സുനിൽ, പൂജ ഹെഗ്ഡെ ഇതാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഈ മൂവി 3 മണിക്കൂറാണ് ഇതിൻ്റെ ദൈർഘ്യം വരുന്നത്. ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് നൽകിയിട്ടാണ് ഈ മൂവി പോകുന്നത്. ഫസ്റ്റ് ഹാഫ് വളരെ ലാഗായിരുന്നു ഫസ്റ്റ് ഹാഫ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി നന്നാവും എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് പൊളിറ്റിക്കലിൻ്റെ ഇത് വരുന്നത്. പക്ഷെ അത് നമുക്ക് തീരെ വർക്കാവാത്ത പോലെയാണ് ഇത് തോന്നിയത്. അത് ഇതുപോലെ തന്നെ നമ്മൾ മുന്നത്തെ പടങ്ങൾ വിജയൻ്റെ തന്നെ മുന്നത്തെ സർക്കാർ കണ്ടിട്ടുള്ളവർക്കറിയാം. അത് കേരളത്തിൽ തീരെ ഓടാത്തൊരു പടമായിരുന്നു. അത് തമിഴ്നാട്ടിലാണ് ഇത് കൂടുതൽ ഓടിയിട്ടുള്ളത്. നമ്മൾ കേരളത്തിൽ ആ പടം വർക്കായിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഫുള്ള് പൊളിറ്റിക്കലായിട്ടുള്ളൊരു മൂവിയായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ലാഗ് പോലെയായിരുന്നു ആ പടം. ഇതിൽ എടുത്തു പറയാനുള്ളത് ഇതിലത്തെ മ്യൂസിക് തന്നെയാണ്. മ്യൂസിക് അനിരുദ്ധ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സംവിധായകൻ വിനോദിൻ്റെ മുന്നത്തെ പടങ്ങൾ നമുക്കറിയാം. നേർക്കൊണ്ട പാർവൈ, അതിൽ അജിത്ത് ആണ് മെയിൻ കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു വക്കീലിൻ്റെ. ആ പടം വളരെ നല്ലൊരു മേക്കിംഗ് ആയതുകൊണ്ടും അതുപോലെ തന്നെ അതിലത്തെ ആ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വളരെയായിട്ട് നമുക്ക് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും നമുക്ക് നല്ല രീതിയിൽ തീരെ ബോറടിപ്പിക്കാതെ തന്നെ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയായിരുന്നു അത്. അതിൽ പറയുമ്പോൾ നമുക്ക് ആക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അത് ആ സ്റ്റോറിയുടെ നല്ലൊരു സ്റ്റോറിയുടെ ഇതുകൊണ്ട് മാത്രമാണ് ആ പടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നല്ല രീതിയിലുള്ള ഡയറക്ഷനും. വിജയൻ്റെ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ പടം അവസാന മൂവി എന്ന രീതിയിൽ നമുക്കിത് തന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഓവറോളായിട്ട് ജനങ്ങൾക്കുള്ള ഒരു കൂട്ടായിരുന്നത് അത്രയും ഭയങ്കര മോശമായിട്ടുള്ളൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലായിട്ട്. അപ്പോൾ ഈ ഒരു മൂവി നമുക്കൊരു ലാസ്റ്റ് മൂവി ആയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൂവി എൻ്റെ ലാസ്റ്റ് മൂവി ആയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. എൻ്റെ ഇപ്പം ഇതുവരെ എൻ്റെ ലാസ്റ്റ് മൂവി ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് വിജയൻ്റെ ലിയോ ആണ് എൻ്റെ ലാസ്റ്റ് മൂവി ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് വളരെ ഒരു നമുക്കൊരു ഒരിക്കലും മറക്കാവാത്ത ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഒട്ടും മറക്കായിട്ടില്ല ഈ മൂവി. വിനോദ് ചെയ്തതിലെ ഏറ്റവും മോശം മൂവി ആയിട്ടാണ് എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ തോന്നിയത്. തെലുങ്ക് നടൻ ബാലയ്യ അഭിനയിച്ച ഒരു മൂവിയുടെ റീമേക്കാണിത്. ഈ വിജയുടെ അവസാനത്തെ മൂവി ഇതേപോലത്തെ ഒരു മൂവിയുടെ റീമേക്ക് ആയിട്ട് ചെയ്തത് അത് വളരെ ഒരു മോശം പരിപാടിയായി. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഈ പടം കണ്ടപ്പോൾ. ഇത്രയും നല്ല പടങ്ങൾ ചെയ്തിട്ട് അവസാനം ഇങ്ങനത്തെ ഒരു പടത്തിൻ്റെ ഒരു റീമേക്കായിട്ട് വന്നിട്ട് അത് ജനങ്ങൾക്കുള്ളൊരു ട്രിബ്യൂട്ടാക്കി എന്ന് പറഞ്ഞിട്ട് നമുക്കതൊരു വർക്കാവാത്ത പോലെ ആക്കി തന്നിട്ടുണ്ട് വിനോദ്.